അതല്ല ഇന്ന് ഈ കൊടി നിങ്ങൾ പിടിച്ചപ്പോൾ മുതൽ BMSന്റെ ഭാഗമാണ്. BMS എന്നും തൊഴിലാളികളെ സംരക്ഷിച്ച് മാത്രം മുന്നോട്ട് വന്നിരിക്കുന്ന പ്രസ്ഥാനമാണ്. പക്ഷേ നിയമം നമുക്കെതിരാണെങ്കിൽ വരും നാളുകളിൽ സമരം എങ്ങനെ പോകണമെന്ന് ഈ സംഘടന തീരുമാനിക്കും, BMS തീരുമാനിക്കും. ഒരു 45 ദിവസം കൈ പ്ലാസ്റ്റർ ഇട്ട് വെച്ച ഒരു ചരിത്രമുണ്ട്. അത് ഇടിയിപ്പിച്ച ചരിത്രമുള്ള സംഘടനയാണ് നമ്മളുടെ ഈ സംഘടന. അത് അദ്ദേഹം തൊട്ടപ്പുറത്തെ കോമ്പൗണ്ടിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടാകും. അദ്ദേഹം കയ്യിലിങ്ങനെ തലോടുന്നുണ്ടാകും. SFIയുടെയും DYFIയുടെയും CPMന്റെയും ഒക്കെ ഈ പാലായുടെയും പരിസര പ്രദേശത്തെയും പ്രഖ്യാപിത ഗുണ്ടകൾ ചുമ്മാ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നാൽ ആ ഉമ്മാക്കി കയ്യിലിരിക്കുകയുള്ളൂ. അത് CPMകാരനറിയാം, SFIക്കാരനും അറിയാം, DYFIക്കാരനും നല്ലപോലെയും അറിയാം. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട. അടി കിട്ടിയവൻ ഒരു വെറും പട്ടിയെ പോലെ ആശുപത്രിയിൽ പോയി കിടന്നു. വലിയ സ്റ്റാർ വെച്ച നേതാക്കള് സഖാക്കളുടെ കാല് പിടിക്കുകയാണ്. ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, ഞങ്ങളെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യല്ലേ, ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കല്ലേ എന്ന് സഖാക്കളുടെ കാല് പിടിക്കുന്ന പോലീസ് ഏമാന്മാരുടെ നാട്ടിൽ ഇതെല്ലാം ഇതിനപ്പുറവും സംഭവിക്കും. കോട്ടയം പാലാ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കഴിഞ്ഞ ദിവസം ബസ് ഡ്രൈവർക്കും അതുപോലെ തന്നെ കണ്ടക്ടർക്കും ക്രൂരമർദ്ദനം SFIയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാലാ നഗരസഭയിലും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രദേശങ്ങളിലും വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. BMSും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു കൂട്ടുകാരനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന പണിമുടക്ക് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട DYSP ആയിട്ട് സംസാരിച്ച സമയത്ത് എടുത്ത തീരുമാനങ്ങൾ മുന്നേ അറിയിച്ചതാണ്. ശേഷം നടന്ന ഇന്നത്തെ ഈ പ്രതിഷേധ യോഗം, ഇവിടെ ഈ പ്രതിഷേധ ധർണ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് RDOയുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം സമരപരിപാടികളുമായിട്ട് നമുക്ക് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നലെ വരെ നമ്മൾ എങ്ങനെയായിരുന്നോ അതല്ല ഇന്ന് ഈ കൊടി നിങ്ങൾ പിടിച്ചപ്പോൾ മുതൽ BMSന്റെ ഭാഗമാണ്. BMS എന്നും തൊഴിലാളികളെ സംരക്ഷിച്ച് മാത്രം മുന്നോട്ട് വന്നിരിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിയമം നമ്മൾ കയ്യിലെടുക്കുന്നില്ല, നമ്മൾ നിയമത്തെ അനുസരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ നിയമം നമുക്കെതിരാണെങ്കിൽ വരും നാളുകളിൽ സമരം എങ്ങനെ പോകണമെന്ന് ഈ സംഘടന തീരുമാനിക്കും, BMS തീരുമാനിക്കും. അതുകൊണ്ട് ഈ സമരം ഈ പ്രതിഷേധ സമരം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് വൈകിട്ടത്തെ ചർച്ചയ്ക്ക് ശേഷം ബാക്കി ഭാവി പരിപാടികളെ പറ്റി നമ്മൾ ആലോചിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഇവിടുത്തെ വലിയ CPMന്റെ നേതാവ് ഇന്ന് ഇത്തരം എല്ലാ ആക്രമണങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന, അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുടെ ഒരു 35 വർഷക്കാലം മുന്നേ ഒരു 45 ദിവസം കൈ പ്ലാസ്റ്റർ ഇട്ട് വെച്ച ഒരു ചരിത്രമുണ്ട്. അത് ഇടിയിപ്പിച്ച ചരിത്രമുള്ള സംഘടനയാണ് നമ്മളുടെ ഈ സംഘടന. അത് അദ്ദേഹം തൊട്ടപ്പുറത്തെ കോമ്പൗണ്ടിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടാകും. അദ്ദേഹം കയ്യിലിങ്ങനെ തലോടുന്നുണ്ടാകും. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാൻ കരുത്തുള്ള സംഘടനയുടെ കൊടിയാണ് നിങ്ങളിപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഇന്നലെ വരെ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. ഞങ്ങൾ ഈ സംഭവം അറിയുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം. സാധാരണ നമ്മൾ ഫേസ്ബുക്കിൽ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു സീനുണ്ട്. എല്ലാ വാർത്തകളും ചിത്രങ്ങളും മാധ്യമങ്ങളും മീഡിയകളും ഒക്കെ കാണും, വീഡിയോകളൊക്കെ കാണും. അപ്പോഴാണ് പാലാ ബസ് സ്റ്റാൻഡിൽ നടന്ന പൈശാചികമായൊരു മർദ്ദനം. ഒരു ബസ് തൊഴിലാളിയെ, 2-3 ബസ് തൊഴിലാളികളെ ഒരു വലിയ സംഘം ചേർന്ന് മർദ്ദിക്കുന്നു. SFIയുടെയും DYFIയുടെയും CPMന്റെയും ഒക്കെ ഈ പാലായുടെയും പരിസര പ്രദേശത്തെയും പ്രഖ്യാപിത ഗുണ്ടകൾ 308, 307, 302 വകുപ്പുകൾ പ്രകാരം വിവിധ കേസുകളിൽ ഇന്ന് കോടതിയിൽ കേസ് നടക്കുന്ന ആളുകൾ, RSSകാരനെ ആക്രമിച്ച കേസുകൾ, BJPക്കാരനെ ആക്രമിച്ച കേസുകൾ, കേരള കോൺഗ്രസിന്റെ ആളുകളെ ആക്രമിച്ച കേസുകൾ. എന്തിനേറെ പറയുന്നു,
കൂട്ടത്തിലിരുന്ന് കള്ളു കുടിച്ചവനെ വരെ CPM-ന്റെ ആളെ വരെ പകരം തല്ലിയ ആ ചരിത്രമുള്ള ആളുകൾ അവരുടെ മുഖമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അപ്പോഴേ ഞങ്ങൾ ഈ തൊഴിലാളികളുമായി ബന്ധപ്പെടുന്ന ആളുകളെ ബന്ധപ്പെട്ടു. നമ്മൾ അവരോട് ചോദിച്ചു, എന്തേ നിങ്ങളിതിനെ കണ്ടില്ല എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, പിറ്റേ ദിവസം രാവിലെ എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിങ്ങളോട് ഒന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതെങ്കിൽ നിങ്ങൾക്ക് നിസ്സംശയം പറയാം, ഇത് വിജയം കാണുന്നത് വരെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. എല്ലാ അക്രമത്തെ ചെറുത്തു തോൽപ്പിച്ച ചരിത്രമുള്ള, ചെറുത്തു തോൽപ്പിച്ച പാരമ്പര്യമുള്ള സംഘടനയാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്. ചുമ്മാ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നാൽ ആ ഉമ്മാക്കി കയ്യിലിരിക്കുകയുള്ളൂ. അത് CPM-കാരനറിയാം, SFI-കാരനും അറിയാം, DYFI-കാരനും നല്ലപോലെയും അറിയാം. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഒന്ന് ചേർന്ന് നിന്നാൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഉണ്ടാവും. ആക്രമത്തിന് വരുന്നവനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ട്, ആ കഴിവ് ഞങ്ങൾക്കുണ്ട്, അത് തെളിയിച്ച ചരിത്രവുമുണ്ട്. നാക്ക് കണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് ശീലമില്ല. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്, 35 വർഷം മുന്നേ ഞങ്ങൾക്കത് ചെയ്യാമെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിസ്സംശയം നിങ്ങളോട് പറയുന്നു, ഈ സംഘപരിവാർ സംഘടന ഒന്നടങ്കം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പിറകിലുണ്ടാവും. നിങ്ങൾ യാതൊരു സംശയവും വേണ്ട, യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല. സമയത്തിന്റെ വിജയിക്കുന്ന സമയം വരെ നമ്മൾ ഈ സമരത്തിലുണ്ടാവും. അതുപോലെ തന്നെ ഈ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ലഹരിയുടെ പ്രവർത്തനം, ഈ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ബ്ലേഡിന്റെ പ്രവർത്തനം, CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയാണ് ഇവിടെ അറസ്റ്റ് ചെയ്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മീനച്ചിൽ പഞ്ചായത്തിലെ CPM-ന്റെ പ്രമുഖ നേതാവിനെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന, കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന പ്രവർത്തനവുമായി CPM-കാരനെ അറസ്റ്റ് ചെയ്തു. ഇത്തരത്തിൽ എല്ലാവിധ അധാർമിക പ്രവർത്തനം ചെയ്യുന്ന CPM-ന്റെ സഖാക്കളോട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ശബ്ദം ഇനി മുതൽ BMS ആയിരിക്കും. ആ BMS നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവും. നിന്റെ വട്ടിപ്പലിശയും നിന്റെ അക്രമവും കയ്യിൽ വെച്ചാൽ മതി. അത് ഇനി തുടർന്നാൽ നിനക്ക് വലിയ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് ഞങ്ങൾ ഈ വേദിയിൽ തരികയാണ്. എല്ലാവരും തൽക്കാലത്തേക്ക് സമാധാനം പാലിച്ചു നിൽക്കണം. കാരണം പോലീസിന്റെ അധികാരികളോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസിനെ കുറിച്ച് നിങ്ങൾ ആരും വേവലാതിപ്പെടേണ്ട. സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്നവന്റെ തലയടിച്ചു പൊളിച്ച ചരിത്രം മിനിങ്ങാന്ന് നമ്മൾ കണ്ടതാ. എന്താ ചെയ്ത് അടി കിട്ടിയവൻ ഒരു വെറും പട്ടിയെ പോലെ ആശുപത്രിയിൽ പോയി കിടന്നു. വലിയ സ്റ്റാർ വെച്ച നേതാക്കള് സഖാക്കളുടെ കാല് പിടിക്കുകയാണ്, ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, ഞങ്ങളെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യല്ലേ, ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കല്ലേ എന്ന് സഖാക്കളുടെ കാല് പിടിക്കുന്ന പോലീസ് ഏമാന്മാരുടെ നാട്ടിൽ ഇതിനപ്പുറവും സംഭവിക്കും. അങ്ങനെയാണ് പാവം പിടിച്ച ഒരു പോലീസുകാരനെ ഏതോ ഒരു പൊതുപ്രവർത്തകൻ ഒരു പോലീസുകാരനോട് എന്തോ ചോദിച്ചു എന്ന് പറഞ്ഞ് നട്ടല് ചവിട്ടി ഓടിക്കാനേ അവർക്ക് കഴിവുള്ളൂ. അവർക്ക് ഇത്തരത്തിലുള്ള ആളുകളെ പ്രതികരിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് അങ്ങോട്ട് നിങ്ങൾ നോക്കണ്ട, അവരോടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും, എല്ലാ സമരഭടന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.